ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എക്സൈറ്റിംഗ് ബിക്കോസ് ഇന്നാണ് ഐഷുവിൻ്റെ വളകാപ്പ്. നമ്മൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുറച്ച് പേരാണ് പോണേ. വിഷ്ണു, വൈഷു, ഐഷു, ഞാൻ, അപർണു. അച്ഛനും അമ്മയൊക്കെ പിന്നെ ജോയിൻ ചെയ്യുള്ളൂ കേട്ടോ നമ്മളെ അവിടെ. എന്താ പറഞ്ഞു കൊടുക്കുമോ വൃത്തിക്ക്. നമ്മൾക്കൊരു 50 minutes ഡ്രൈവ് ഉണ്ട് കേട്ടോ ഐഷുവിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ലൊക്കേഷനിലേക്ക്. കയർ റിട്രീറ്റിലേക്കാണ് നമ്മൾ പോണത്, തിരുവൂരിലുള്ള. അതൊരു പണ്ട് കയർ ഫാക്ടറി ആയിരുന്നു, അതിപ്പോൾ കൺവേർട്ട് ചെയ്ത് ഒരു റിസോർട്ട് പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. ഇങ്ങനത്തെ പരിപാടികൾക്കും ഇൻറ്റിമേറ്റ് വെഡിങ്സിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ. ഈ 50 മിനിറ്റ് പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. വിഷ്ണു അറിഞ്ഞിട്ടുണ്ടാവും ഡ്രൈവ് ചെയ്ത കാരണം. എന്തായാലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല. നല്ല സുഖമായിട്ട് ചളിയൊക്കെ പറഞ്ഞിങ്ങോട്ട് എത്തി. അവിടെ ഐഷു അവളുടെ വ്ളോഗ് തുടങ്ങട്ടെ. നമുക്കിത് ഉള്ളിലോട്ട് പോയിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. കയറിയപ്പോൾ തന്നെ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയുള്ള ലൊക്കേഷനാണെന്നറിയോ. അതിനുപരി ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാംനെസ് ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തിന്. ഇത് കായലിനടുത്തായിട്ട് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി സ്ഥലമാണ് കേട്ടോ. ഈ ഒരൊറ്റ റൂമേ ഉള്ളൂ ഇവിടെ. അത് ഞങ്ങൾ ഗേൾസ് അങ്ങോട്ട് കീഴടക്കി ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഐഷുദേ പുറത്ത് ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഡെക്കറേഷൻസിൽ വേണ്ട ചേഞ്ചസും പിന്നെ എന്തൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടി ഇതിനകത്ത് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. കുറേ നാളായി അവൾ ഇതിൻ്റെ പിന്നാലെ നടക്കണം. അപ്പോൾ ഭയങ്കര പെർട്ടിക്കുലർ ആണ് ആൾ ഈ ഒരു കാര്യത്തിൽ. ഇവിടെ നമ്മളുടെ ചെറുക്കന്മാരാണെങ്കിൽ ഇതേ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. അവർക്ക് റൂമില്ലാണ്ട് തേരാപ്പാര നടക്കേണ്ട അവസ്ഥയാണ്. ബിക്കോസ് റൂം ഞങ്ങൾക്കാണല്ലോ. അപ്പോൾ അവരിവിടെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കുകയായിരുന്നു. ഇത് ഈ കായലിൽ ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. പ്ലസ് ഇവിടെ ഇങ്ങനെ ബോട്ടിൽ ആൾക്കാർ വരുന്നതും പോകുന്നതും ഒക്കെ കാണാം. എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റപ്പ്. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി വൈകിട്ടാണല്ലോ, ലൈക്ക് 4 to 9 ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് കായലിൻ്റെ റിഫ്ലക്ഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ അയവറുത്തത് മതി, നമുക്ക് പോയിട്ട് വേഗം ഡ്രസ്സ് മാറാം കേട്ടോ. ഫംഗ്ഷൻ ഒരു 4 മണി തൊട്ടാണ് തുടങ്ങുന്നതെങ്കിലും നമുക്കൊരു 10 മണി തൊട്ട് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാലല്ലേ നമ്മളൊക്കെ റെഡിയായി തീരുള്ളൂ. സി മേക്ക് ഓവേഴ്സിലെ നെസീനത്തെയാണ് കേട്ടോ നമ്മളെ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയുള്ള വർക്കാണ് ഇത്തടെ, പറയാണ്ടിരിക്കാൻ വയ്യ. ഫോട്ടോഷൂട്ടിനുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് വരാറായി. സോ അതിന് മുന്നേ അവർ പറഞ്ഞിരുന്നു ബേസിക് ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്ത് വെക്കണം എന്ന്. സോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐഷു. ഇതിന് അവർ വരണിക്ക് മുന്നേ നമുക്ക് ലഞ്ചും കൂടി കഴിച്ചിട്ടിരിക്കണം. ഞാനാണ് കേട്ടോ ആദ്യം മേക്കപ്പ് ചെയ്ത് തുടങ്ങിയത്. എൻ്റെ മേക്കപ്പ് ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി സാരി ഉടുക്കാനാണുള്ളത്. അതിനു മുന്നേ നമുക്ക് ലഞ്ച് കഴിക്കാം. ഓൾറെഡി ഒരു 1:30-2 മണിയായി. എന്താണ് സ്പെഷ്യൽ? വിഷ്ണുവിനും വൈഷ്ണവനും ചൈനീസ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബാക്കി എല്ലാവരും മീൽസും ബിരിയാണി അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചൈനീസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വൈഷ്ണവന് അതൊരു കൊതി, കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്ത് അവരുടെ പ്ലേറ്റിലും കൈയിട്ട് വാരി നമ്മൾക്ക് നമ്മളുടെ നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് മീൽസും കൂടി കഴിച്ചിട്ട് ലഞ്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിട്ടോ. അതുകൊണ്ട് പാത്രം കാലിയാവണ വഴി അറിയണേ ഉണ്ടായില്ല. വൈഷു എനിക്ക് ഇതേ കുറച്ച് വാരിയൊക്കെ തരുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല മോരുകറിയും സാമ്പാറും മീൻ ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് എൻ്റെ ചോറും കഴിച്ചു. ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫോട്ടോഗ്രാഫി ടീം എത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ഇനി ഫോട്ടോഷൂട്ട് തുടങ്ങാൻ സമയമായി. അവൾ ഒരുങ്ങുന്ന കുറച്ച് ക്ലിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുമായിരുന്നു. ഞാനിവിടെ ഒരു സൈഡിൽ സാരി ഉടുക്കുന്നുണ്ട്. എന്നെ സാരി ഉടുപ്പിക്കുകയാണ് ഫൈസത്ത. അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ഒരു സൈഡിൽ നടക്കട്ടെ, നമുക്കിവിടെ സാരി ഉടുത്ത് റെഡി ആവാം. ഇവിടെ ഫൈസത്ത സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നല്ല അയൺ ചെയ്ത് ഉടുപ്പിക്കാൻ റെഡി ആവുകയാണ്. ഉള്ളത് വെച്ച് അങ്ങോട്ട് സ്റ്റൈൽ ചെയ്യാം. ഏത് സ്റ്റൈല് വേണമെന്നൊക്കെ, സൂര്യ വേണോ, അമിതാഭ് ബച്ചൻ വേണോ, ഷാരൂഖ് ഖാൻ വേണോ, ഏത് സ്റ്റൈലും നമ്മൾ എടുക്കുന്നു. ഒരു 4:30 ആയപ്പോഴത്തേക്കും എല്ലാവരും എത്താൻ തുടങ്ങി. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ആൾക്കാരിൽ കുറവേ ഉണ്ടായുള്ളൂ കേട്ടോ. അതും എല്ലാവരും ഫാമിലി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനും വൈഷുവും മാത്രമേ ഫാമിലി അല്ലാത്ത, പക്ഷെ എന്നാൽ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും എത്തി സെറ്റിൽഡ് ആവുകയാണ് കേട്ടോ. കുറേ പേര് ആ കായലിൻ്റെ തീരത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയല്ലേ അവിടെ നിൽക്കാൻ. നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമാണ്. ഉള്ളിലൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ ഇവരുടെ പരിപാടി ഏകദേശം തീർന്നു. ഇതാണ് കേട്ടോ വാണി. എൻ്റെയും ഐഷുവിൻ്റെയൊക്കെ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് തരാറില്ല. ഞങ്ങൾക്ക് ഒരു അനിയത്തിനെ പോലത്തെ ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളും അവളുടെ ഫ്രണ്ടിനും കൂടി വന്നിരുന്നു ഫംഗ്ഷന്. പിന്നെ ഐഷുവിൻ്റെ ചറ പറ ഫോട്ടോഷൂട്ടായിരുന്നു. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണു, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണു, കായലിലേക്ക് ചാടാൻ പോകുന്ന പോസ് ഇടണു, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഹോൾ ടൈം ആലോചിച്ചിരുന്നത് നമ്മൾ ഒരാളെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യണേന്ന്. ലൈക്ക് നമുക്കിങ്ങനെ വളരെ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ നമ്മൾ
ഹോൾ ഹാർട്ടഡ്ലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു ഫസ്റ്റ് 3 വരുന്ന ആൾക്കാരിൽ ഒന്നാണ് കേട്ടോ എനിക്ക് ഐഷു. ഞാൻ കുറച്ച് ഇമോഷണലായി പോയോടാ. പോട്ടെ, നമുക്ക് കുറച്ച് നേരം നമ്മളുടെ ലുക്സിനെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സാരി ഡ്രേപ്പ് ചെയ്തതാണെങ്കിലും ഉടുത്തതാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ ആ കായലിൻ്റെ അടുത്ത് പോയി നിന്നു. ഞാനും വൈഷുവും കൂടി ഒരു കപ്പിൾ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. സോ അതിൻ്റെ സ്റ്റെപ്പൊക്കെ വൈഷുദേ ജസ്റ്റ് ഇപ്പോഴാണ് പഠിച്ചെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആശാന്. അത് കഴിഞ്ഞത് ഇവരുടെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ തുള്ളി അവരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ആ ചേട്ടൻ ഞങ്ങൾ ചിരിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അങ്ങനെ ആ ചിരികളിയായി കഴിഞ്ഞ് ഞങ്ങൾ ഇതേ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഐഷു എന്നെ പിടിച്ച് വലിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ. ഇതാണ് കേട്ടോ ഔട്ട്പുട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല. ദേ ഞങ്ങൾ 4 പേരും കൂടി ചിരിച്ചിരിക്കുന്നത് കണ്ടോ. ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അവരുടെ പ്രഗ്നൻസി റിവീലും റിയാക്ഷനും ഒക്കെ ആയിട്ട് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അവൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെൺപിള്ളേരുടെ കുറച്ച് നൃത്ത ചുവടുകളായാലോ. ഞങ്ങളുടെ ഒരു കലക്കൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ തന്നെ പറയണം, എന്നെ പൊക്കി പറയണ പോലെ ആവില്ലേ, സ്വയം പൊങ്ങിയാവുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു ഡാൻസ് ചെക്കനൊക്കെ ഈ മിഡ് നൈറ്റിലാണ് ഈ സെറ്റപ്പ് ആയെന്ന് പറഞ്ഞ പോലെ തലേദിവസം മിഡ് നൈറ്റിലാണ് ഞങ്ങൾ ഈ ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനത്തെ ഡാൻസ് ഒക്കെ കളിച്ചു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കാട്ടോ. ബിക്കോസ് ഇവിടെ എനിക്ക് ഇടാൻ പറ്റില്ല, ചില സാങ്കേതിക തകരാറ് കാരണം. ഞാനത് ഇൻസ്റ്റയിലും ഇട്ടേക്കാം, യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ, വിഷ്ണു ഡാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അതും കഴിഞ്ഞിട്ട് ഞങ്ങളതേ അവളെ ഒന്ന് ചുറ്റം വെച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, വലം വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ ഡാൻസിങ് പ്രഹസനം. അപ്പോൾ കണ്ടു നിന്ന് എല്ലാവർക്കും നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രഹസനം ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും എന്തിനാണോ എന്തോ ഞങ്ങളെ കൈയടിച്ച് നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചടങ്ങുകൾ ആരംഭിച്ചു കേട്ടോ. ചടങ്ങുകൾ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് മാല എണീക്കും, പിന്നെ ചന്ദനം തൊടിയിക്കും, അങ്ങനെയൊക്കെ ഒഴിഞ്ഞു വെക്കും, അത്ര തന്നെ. കാരണം എൻ്റെയും അവളുടെയും പിന്നെ ഇവിടുത്തെ എല്ലാവരുടെയും ഫസ്റ്റ് വളകാപ്പാണ്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായില്ല എന്താ ചെയ്യണേന്ന്. പക്ഷെ ചെയ്തതെല്ലാം അടിപൊളിയായിരുന്നു. 2 സെറ്റ് ഓഫ് അച്ഛനമ്മമാരും വന്നിട്ട് വളയിടിച്ചു, മധുരം കൊടുത്തു, പിന്നെ ചന്ദനമൊക്കെ മുഖത്ത് തേച്ചു. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഫംഗ്ഷനും. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഐഷു അങ്ങനെ മധുരം കഴിക്കുന്ന ഒരാളൊന്നും അല്ല. അവളെന്നാലും ഇന്ന് മധുരം കഴിച്ചൊരു വഴിയാവും. ഐഷ പറയുമായിരുന്നു വിഷ്ണു പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന പോലെയെന്ന്. ആദ്യം വളയിടിയിക്കുക, പിന്നെ ചന്ദനം തേക്കുക, പിന്നെ മധുരം കൊടുക്കുക. അങ്ങോട്ടേക്ക് പോനയ്ക്ക് മുന്നേ ചെറുതായിട്ട് ഇപ്പുറത്ത് നിന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു ആശ. നെക്സ്റ്റ് ഞങ്ങളുടെ ടേൺ ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഹാമ്പർ അവൾ കാണുന്ന വരെ. ബിക്കോസ് ഞാൻ 4 ദിവസം അവളുടെ കൂടെ ഉണ്ടായിട്ടും ഒരു ഐഡിയയും ഒരു ക്ലൂവും കൊടുത്തില്ല. ഞാൻ ഇൻഫാക്ട് അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എന്താണ് വളകാപ്പ് ഗിഫ്റ്റായിട്ട് വേണ്ടത്, പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നും തരില്ല എന്നുള്ളത്. അങ്ങനെ കുറേ ഇത്തിരി കുത്തി നോവിപ്പിച്ചും കളിയാക്കിയും ഒക്കെ ഇതുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് എനിക്ക് കാണാമായിരുന്നു അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി ഓരോന്നോരോന്നായിട്ട് തുറക്കട്ടെ, അതിലാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. കുറച്ചധികം കുട്ടി കുട്ടി സാധനങ്ങളുള്ളതുകൊണ്ട് ഇവിടുന്ന് തുറന്നു കഴിഞ്ഞാൽ മുഴുവനും നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് തുറക്കാമെന്ന് ഞാൻ പറയുമായിരുന്നു. ഈ വായിക്കുന്നത് ഒരു ലെറ്ററാണ് കേട്ടോ. വാവ ഐഷുവിനും വിഷ്ണുവിനെ അഡ്രസ്സ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന പോലെയാണത്. ഇതാണ് നമ്മൾ വിഷ്ണുവിന് വേണ്ടി വെച്ച ഒരു സർപ്രൈസ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലോഗോ എംബ്രോയിഡറി ചെയ്തെടുപ്പിച്ച ഒരു വൻസി.
ഇവിടെയാണ് ഐഷ ശരിക്കും ഇമോഷണലായി ഞാൻ കണ്ടേട്ടോ. അവളുടെ കണ്ണ് നിറയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇമോഷണലായിരുന്നു ഈ ഒരു മൊമെന്റ്. നിങ്ങൾക്ക് തോന്നുന്നത് ആരായിരിക്കും കുട്ടിയെ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നത്? ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് സ്പോയിൽ ചെയ്യുന്നവരായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഉത്തരേദേശം അറിയാമോ? രണ്ടുപേരും ഒരേപോലെയാണ് നോക്കിയിട്ടുള്ളത്. ഉത്തരം വളരെ വ്യക്തമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വിൽ ബി ബെറ്റർ അറ്റ് സിംഗിങ് ലല്ലവീസ്? താരാട്ട് പാടാൻ നിങ്ങൾ രണ്ടുപേരിലും ആരായിരിക്കും ബെറ്റർ? എന്താണ് ഒപ്പീനിയൻ? അപ്പൊ നമ്മുടെ ബേബി വളരെ ലക്കിയാണ്. കാരണം ഐശേഷിക്ക് മടുക്കുമ്പോൾ വിഷ്ണുവേട്ടനും, വിഷ്ണുവേട്ടൻ മടുക്കുമ്പോൾ ഐശേഷിയും ബേബിക്ക് വേണ്ടി ലല്ലവി പാടുന്നു. ഐശേഷിയുടെ പാട്ട് അത്ര പോരാന്നാണ് വിഷ്ണുവേട്ടൻ. അടുത്തത്, ബേബി കരയുമ്പോ ആരാണ് കൂടുതൽ പാനിക് ആവാൻ ചാൻസ്? അത് ഐശ്വര്യ ചില്ലായിട്ട് വിഷ്ണുവേട്ടനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. Who is more likely to sleep before the baby? ബേബി ഉറക്കുന്നതിനിടയ്ക്ക് അത് മുമ്പ് ചേർന്ന് ഉറങ്ങാൻ ചാൻസ് ആരാണ്? വളരെ വ്യക്തമായിട്ട് അറിയാം. Who talks to the baby bump more? രണ്ടുപേരും സംസാരിക്കാം. നോക്കരുത്, ചീറ്റ് ചെയ്യാൻ പാടില്ല. ഏയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആന്റി? ആന്റി കഴിക്കാല കഴിക്കുക. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് മോർ എക്സൈറ്റഡ് അബൌട്ട് ബിക്കമിങ് എ പാരന്റ്? രണ്ടാണേ രണ്ടുപേരും ആയിക്കോ. അപ്പൊ ഈ രണ്ട് ഐശ്വര്യ സംശയം. ആണ് അല്ലെങ്കിൽ നമ്മൾ പറയാനുണ്ടല്ലാന്ന്. ബേബിക്ക് വേണ്ടിട്ട് അൺനെസസറി ആയിട്ടുള്ള ബേബി സ്റ്റഫ് ജസ്റ്റ് അത് ക്യൂട്ട് ആണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങുന്നത് ആരായിരിക്കും? ക്വസ്റ്റ്യൻ ആവശ്യമില്ല. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ബേബിയുടെ ഒരു ഫസ്റ്റ് സ്കൂൾ ഇവന്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും ആദ്യം കരയാൻ പോകുന്നത്? ലോല ഹൃദയനാണ്. മകം നോക്കും എല്ലാരും. സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് ആരായിരിക്കും? അവക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അത് താങ്ക് യു. പൊളി. അപർണോടെ കോമ്പയറിങ് പ്രത്യേകിച്ച് ഗംഭീരമായിരുന്നു. ഉച്ചയ്ക്ക് തുടങ്ങിയ ഫോട്ടോഷൂട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഇവിടെ ഒരു കോക്കനട്ട് ബാർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർത്ത് വളരെ ഇൻ്റലിജൻ്റ്ലി ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കരിക്ക് വെട്ടി കുടിച്ചായിരുന്നു. നല്ല ദാഹമുണ്ട് കേട്ടോ. അതെ, ഈ ചേട്ടൻ കരിക്ക് വെട്ടി തരുന്നുണ്ട് നമുക്ക്. അപ്പം സമയം രാത്രി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല പരിപാടികളായിട്ട്. ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. വൈകിട്ടായി. ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഈ സ്ഥലത്തിന്. പകലൊരു ഭംഗിയാണ്, പക്ഷെ രാത്രി വേറെ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കല്ലേ? ആയിക്കോട്ടെ, കുറച്ചാവാം. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇവരുടെ. മട്ടൻ കുർമ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, നമ്മളുടെ നൈസ് പത്തിരി ഇല്ലേ അതുണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി നല്ല കിഡ്ലൻ ഫുഡായിരുന്നു. പരിപാടിയായി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല വിശന്നു. അതുകൊണ്ട് നല്ല ഫുഡ് അടിച്ചു. ഇപ്പോഴത്തെ ഡെസേർട്ടും കൂടി കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ അവരുടെ ഫോട്ടോഷൂട്ട് അവസാനിക്കുന്ന തോന്നണില്ല. അപ്പോൾ അവർ പിന്നെയും ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ ഊഞ്ഞാലിൽ പീസ്ഫുൾ ആയിട്ട് നാടുകയാണ്. നല്ല സുഖമുണ്ടായിട്ടോ കായലിൽ നിന്നുള്ള കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആടാൻ. ഞാൻ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ ഈ ആടെ ആഭരണങ്ങളൊക്കെ ഊരി വെക്കാനുള്ള തത്രപ്പാടിലാണ്. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് ചലിക്കാനി. നിനക്ക് മുഖം ഒന്ന് കഴുകായിരുന്നു ആവശ്യോ? ഇനി നല്ല ഇറങ്ങിക്കോളൂ, നല്ലോണം ഇറങ്ങിക്കോളൂ. ലോസ്റ്റ് ആയിട്ട് നിൽക്കുക. അവളവിടെ നിൽക്കട്ടെ. അത്യാവശ്യം ലോസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ആള്. എൻ്റെ കുർത്തയാണ് എടുത്തിട്ടിരിക്കണേ. എനിക്കിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാൻ തുണിയില്ലാണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
ഇനി നേരെ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.